അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPMകാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. സെക്രട്ടേറിയറ്റിൽ ഒരു CPM നേതാവ്, നന്ദകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഓർമ്മ, അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന മറുപടി എൻ്റെ ഓഫീസിലിരിക്കുന്ന തിരുവനന്തപുരത്ത്. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സെക്രട്ടേറിയറ്റിലെ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ, ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവർ വേട്ടയാടിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അതൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അതുകൂടി കൊടുത്താൽ മതി. ഞാനതിപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ അവരൊരു ഇരയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെക്കുറിച്ചൊരു വാക്കും പറയുന്നില്ല. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തരെതിരെ നടപടിയെടുക്കാത്ത CPM ആണ്. ഞങ്ങളെ കണ്ടു പഠിക്കണം CPM. ഒരു വിജയത്തെ ബാധിക്കില്ല. ഇതാണ് ജനങ്ങൾ പറയുന്ന, ഇതാണ് UDF കണ്ടോ? മണിക്കൂറുകൾക്ക് നടപടിയാണ്. ഇതാണ് ചോദ്യം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ലതിക സുഭാഷിനെതിരെ VS അച്യുതാനന്ദന്റെ പരാമർശം എത്ര എണ്ണമാണ്? ഒരു അര ഡസനാണ് ഞാനിപ്പോൾ പറഞ്ഞത്, അര ഡസൻ. പിന്നെ നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, നിങ്ങളുടെ സഹോദരിമാർക്കെതിരായി നടത്തിയ പരാമർശം ഇല്ലേ? ഞങ്ങളെന്താ പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, സ്ത്രീകൾക്കെതിരായി പോസ്റ്റുകൾ വന്നപ്പോൾ ഞാനാണ് പരസ്യമായി പറഞ്ഞത്, ഒറ്റ UDF-കാരനും ഒറ്റ കോൺഗ്രസ്സുകാരനും അവർക്കെതിരായിട്ട്, ഈ സ്ത്രീ അതിജീവിതകൾക്കെതിരായിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരാമർശം സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുന്ന ഇരട്ടത്താപ്പല്ല ഞങ്ങൾക്ക് ഈ നിലപാട്. ഞങ്ങളുടെ നിലപാട് ശക്തമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല എൻ്റെ അകത്ത്. ഒന്നുമില്ല അതിനകത്ത്. കൃത്യമായിട്ട് ഞാൻ അതൊക്കെ വെറുതെ ഈ ആരോപണം, ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല കട്ടത്, മറ്റവരും കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നാ. ഒരു കളവും നടന്നിട്ടില്ല എന്നപ്പോൾ കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷണത്തിൽ നടന്ന കാര്യം. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ വിധി കൂടിയുണ്ട് ഈ നടപടിക്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്. അദ്ദേഹത്തെ പോലെ സമുന്നതനായ ഒരു നിയമപണ്ഡിതനായ ഒരാൾ നടത്തിയ ജഡ്ജ്മെന്റ് കൂടിയുണ്ട്. ഞാനത് വായിച്ചാണ് ഒരിക്കൽ. മനസ്സിലായില്ല? അപ്പോൾ ക്ലിയർ ആയല്ലോ എല്ലാ കേസും.
തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും അങ്ങയുടെ ചിത്രം ഒഴിവാക്കി മറ്റ് നേതാക്കന്മാരുടെ ചിത്രം ഉൾപ്പെടുത്തി അത് മുഖ്യമന്ത്രി പറവൂരിലെ ഞാൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ചെയർമാനാണെങ്കിലും പറവൂരിലെ സ്ഥാനാർത്ഥി മാത്രമാണ്. കോൺഗ്രസിൽ ഞാനടക്കം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. ഞാൻ UDF ചെയർമാൻ എന്നുള്ള നിലയിൽ പുതിയ യാത്ര നടത്തിയപ്പോൾ എന്തോരം പടം വരുന്നു വെച്ചിരുന്നു കൂടിപ്പോയെന്ന് ഞാൻ തന്നെ പറഞ്ഞാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പറവൂര് വെച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു.